എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വൈകിപ്പോയി, എന്നാലും നമ്മൾ മാവേലി ഉണ്ടാക്കാനുള്ള മണ്ണെടുക്കാൻ വേണ്ടി പോയിട്ട് വരികയാണ്. പണ്ടത്തെ കാലത്ത് ആ ഒരു നൊസ്റ്റാൾജിയ. എത്ര പേര് ഇപ്പോൾ പഴയ പോലെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയൊരു കാലം അതൊരു രസം തന്നെയായിരുന്നു. അപ്പോൾ അതൊന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് പലരും പൈസ കൊടുത്തിട്ട് വാങ്ങി വെക്കണ ഒരു പ്രകൃതമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മുടെ അച്ചമ്മയാണ് മാവേലി ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ആൾ. നമ്മുടെ ചെറിയച്ഛനും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മണ്ണൊക്കെ എടുത്ത് നല്ല അടിച്ച് മാവേലി ഉണ്ടാക്കാൻ നല്ല കല്ലില്ലാത്ത പുളിമണ്ണ വേണ്ട, അതിങ്ങനെ അടിച്ച് നല്ല മെഴുകു പോലെ ആക്കണം. അപ്പോൾ സഹായിക്കാൻ നമ്മുടെ പെങ്ങളും ഉണ്ട്. വീഡിയോയ്ക്ക് പോസ്റ്റ് തരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും പണിയൊക്കെ എടുക്കുന്നുണ്ട്. പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ശരി മണ്ണെടുത്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും പാടെ ഇറങ്ങിയിട്ടാണ് മണ്ണൊക്കെ എടുത്തിട്ടൊന്ന് സെറ്റാക്കി കുഴച്ചൊന്ന് അടിപൊളിയാക്കേണ്ടി. ഇവളാണ് വായ കൊണ്ട് മുട്ടുവരിക്കുന്ന നമ്മുടെ ചെറിയ പെങ്ങൾ. അപ്പോൾ അച്ഛമ്മത അടിച്ച് പരത്തിയിട്ട് മാവേലിയൊക്കെ ഇങ്ങനെ ഷേപ്പിലാക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതൊന്നും ഈ കടയിൽ നിന്ന് വാങ്ങി വെച്ചാൽ കിട്ടൂല. ശരിക്കും പണ്ടൊക്കെ ഉറക്കൊഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അച്ഛമ്മനെ കൊണ്ട് നിർബന്ധിച്ചാൽ ചെയ്യിപ്പിച്ച് ആൾ ചെയ്യില്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ നമ്മൾ നിർബന്ധിച്ച് മണ്ണൊക്കെ എടുത്ത് കൈ കൊടുത്തപ്പോഴാണ് ആൾ ചെയ്യാമെന്ന് പറഞ്ഞത്. എത്ര പേര് വീട്ടിൽ നിന്ന് വാങ്ങിയാണ് അല്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു.